وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തു യാസീന്റെ 55ഓളം ആയത്തുകളെ ഇത്രത്തോളം വിശദീകരിച്ചുകൊണ്ട് വന്നേ. അല്ലാഹു തആല മനുഷ്യന്മാരെ ചിന്തിപ്പിക്കുകയില്ല അങ്ങനത്തെ ആയാത്തുങ്ങ ദൃഷ്ടാന്തങ്ങളെ ചൊന്നിട്ടു ആഖിറത്തെ ಬಗ್ಗೆ മനുഷ്യന്മാർക്ക് ನೆನಪುണ്ടാക്കിയിട്ട് എച്ചരിക്ക ഉണ്ടാക്കിയിട്ട് അല്ലാഹു തആല സ്വർഗ നരകത്തെ ബഗ്ಗೆയുള്ള അങ്ങനത്തെ വിശദീകരണമാണ് ഇപ്പൊ ചൊന്നോട്ടുള്ളേ. സ്വർഗത്തെ ആൽമാരെ അവസ്ഥ എങ്ങനെ ഇട്ടിക്കറിയെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, കുറഞ്ഞ ഫലക്കത്തിൽ സമ്പൂർണമായ ഒരു വിശദീകരണം ഇട്ടിക്കർ അല്ലാഹു തആല തന്നെ. ഇന്ന അസ്ഹാബൽ ജന്നതി യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. സ്വർഗത്തെ ആൽമാർ ഇന്ന അസ്ഹാബൽ ജന്നതി യൗമ, ആ നാളുണ്ട്, ഖിയാമത്ത് നാളുണ്ട്, അല്ലെങ്കിൽ ആഖിറത്തിൽ സ്വർഗത്തെ ആൽമാർ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ, വ്യത്യസ്തമായ ഏർപ്പാടുകളിലായിട്ട് അങ്ങ് ആസ്വദിച്ചുകൊണ്ടിരിക്കാറ്, വ്യത്യസ്തമായ രൂപത്തിലായിട്ട് പല നമുത്തലായിട്ട് അങ്ങ് ആസ്വദിച്ച് സുഖിച്ചുകൊണ്ടിരിക്കുവാറ്. സുഖിക്കരുതായിട്ടിക്കർ, ആസ്വദിക്കരുതായിട്ടിക്കർ സ്വർഗത്തിലുള്ള സ്വറമേ. ഇന്നലെ വിശദീകരിച്ച മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹ, അവന്റെ പരമ ലക്ഷ്യ ചൊല്ലത് പരമമായിട്ടുള്ള അങ്ങനത്തെ പരിപൂർണമായിട്ടുള്ള അങ്ങനത്തെ സുഖ കിട്ടത് ചൊല്ലതായിട്ടിക്കർ. ചില ആൾമാർ അത് ദുനിയാവിലേക്ക് ഇട്ടുപോകാനായിട്ട് പ്രയത്നാക്കി നോക്കിടാറ്. പരിപൂർണമായിട്ട് എല്ലാ നിലക്കും, എല്ലാ വിഷയത്തിലും, തിന്നറ വിഷയത്തിലും, കുടിക്കറ വിഷയത്തിലും, കാണ്ട വിഷയത്തിലും, വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കാണ്ട വിഷയത്തിലും, ഭോഗിക്കട വിഷയത്തിലും, ഇങ്ങനെ എല്ലാ പല നമത്തിലുള്ള സുഖ, പരിപൂർണമായ സുഖ, അല്ലെങ്കിൽ ലിമിറ്റ് ഇല്ലാത്ത അങ്ങനത്തെ അൺലിമിറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സുഖ കിട്ടുന്നത് ചൊല്ലത് മനുഷ്യരുടെ വലിയ ആഗ്രഹിക്കും. അതാണ് ദുനിയാവിലെ തീർക്കുകയായിട്ട്, ദുനിയാവിലെ അതിനെ കണ്ടുപിടിക്കുകയായിട്ട് ചില ആൾമാർ പ്രയത്നാക്കിടാറ്. എന്തുകൊണ്ടാണ് മനുഷ്യ ഈ ഒരു ആഗ്രഹം വന്നത്? കാരണം മനുഷ്യ ബന്ധനമേ സ്വർഗത്തിൽ നിന്നിട്ടല്ലേ. മനുഷ്യരുടെ അസല് ജാഗ, അവന്റെ അസല് തറവാട് സ്വർഗത്തിൽ നിന്നേറ്റിക്ക്. ബഹുമാനപ്പെട്ട ഞങ്ങളെല്ലാരെയും ബാപ്പയും ഉമ്മയായ ഇങ്ങനത്തെ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, അങ്ങനെ രണ്ടാളും അല്ലാഹു തആല അങ്ങനെ ഫസ്റ്റ് ദൈപ്പായിട്ട് സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തെ സുഖങ്ങ, ഔഡ്രെ ആസ്വാദനങ്ങ, ഔഡ്രെ അൺലിമിറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ എല്ലാ എൻജോയ്മെന്റ്സുങ്ങ കണ്ടിട്ട് വന്നവനേറ്റിക്കറ മനുഷ്യ. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സുറുൽക ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സുഖത്തിലുള്ള ആശ അത് വല്ലാതെ രൂഢമൂലമായിട്ട് ഉൽഗത്തിൽ വലിയൊരു ആശ ഉണ്ടുൽകൊണ്ട്. അപ്പൊ ആ ഒരു ആശ എങ്ങനെങ്കിലും അത് കിട്ടണു ചൊല്ലത് മനുഷ്യരുടെ പരമമായിട്ടുള്ള അങ്ങനത്തെ ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് ദുനിയാവിൽ ഒരിക്കലും സാധിക്കില്ലായിട്ടാണ് അല്ലാഹു തആല പഠിപ്പാട്ട്. ദുനിയാവിൽ അതുക്കുള്ള അങ്ങനത്തെ വ്യവസ്ഥ അല്ലാഹു തആല ആക്കിയിട്ടില്ല. കൂടെ ഉള്ള വസ്തുക്കളെ കൊണ്ട് ഒരിക്കലും പരമമായിട്ടുള്ള അങ്ങനത്തെ സുഖ, പരിപൂർണമായിട്ടുള്ള അങ്ങനത്തെ സുഖ ഒരിക്കലും കിട്ടുകയില്ല. അത് കിട്ടുന്ന അങ്ങനത്തെ ജാഗ അത് സ്വർഗ്ഗമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെ അങ്ങനെ ಬಗ್ಗೆ ചൊല്ലുമ്പോൾ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ, പല ഏർപ്പാടുകളിലായിട്ട്, പല രൂപത്തിലായിട്ട്, ഫാക്കിഹൂൻ അങ്ങ് സുഖിക്കിടങ്ങായിട്ടിക്കുവാർ, ആസ്വദിക്കിടങ്ങായിട്ടിക്കുവാർ. ആ സുഖത്തെ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലാഹു തആല പിന്നീട് ചൊന്നിട്ടില്ല. ഒന്നും ഏതൊരു സുഖ വേണുണ്ടായെങ്കിൽ, മനുഷ്യർക്ക് സുഖ വേണുണ്ടായെങ്കിൽ അവണ്ടൊട്ടിಗೆ ഒരു ജോഡി ഇക്കടെ, ഒരു ഇണ ഇക്കടെ ചൊല്ലത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആണയിന്നെങ്കിൽ പെണ്ണിക്കരെ, പെണ്ണിന്നെങ്കിൽ ആണിക്കരെ ചൊല്ലത്. ആൺപെണ്ണായ രൂപത്തിൽ ഒട്ടിಗೆ ജീവിച്ചിട്ട് സുഖിക്കടെ ചൊല്ലത് വലിയ കാര്യമാണ്. മനുഷ്യ ഒറ്റയ്ക്കിരുന്നിട്ട് ഏകാന്തനായിട്ട് ഒരിക്കലും സുഖിക്കുക മനുഷ്യനെ കൊണ്ട് സാധ്യാവില്ല. മനുഷ്യക്ക് സുഖിക്കൊണ്ടുണ്ടായെങ്കിൽ ജോഡി വേണം, അല്ലേ? നമുക്ക്
ಒರ್ತನೆ ಅದು ಏದು ಎവിടെ പോയെങ്കിൽ ನಂಗೆ ಒರ್ತನೆ ಎಂಜಾಯ್ಮೆಂಟ್ ಆಕಡೆ ഒരു ಜಾಗത്ത് പോയിട്ട് ಒರ್ತನೆ ಎಂಜಾಯ್ಮೆಂಟ್ ಆಕಡೆ ചൊല്ലത് നടക്കാത്ത വിഷയമാണ്. അപ്പൊ അവനുക്ക് ഒന്നാ ജോഡിങ്ങ വേണു അല്ലെങ്കിൽ ചങ്ങായിമാർ വേണു. ഇരുപ്പത്തിലായിട്ട് മനുഷ്യ ഒട്ടിಗೆ കൂടിയിട്ടാണ് എപ്പോഴും സുഖിക്കുക നോക്കൂടെ. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു താല നെക്സ്റ്റ് ചൊന്നിട്ടില്ലേ ഹും വ അസ്വാജുഹും. അവിടെ സ്വർഗത്തില് ഓരോർത്താങ്ങ അങ്ങനെ സ്വർഗത്തിൽ വർത്തനെ ഇക്കടല്ല. ഹും വ അസ്വാജുഹും ഫീ ളുലാലിൻ അലൽ അറായികി മുത്തകിഊൻ. അങ്ങവും അങ്ങനെ ജോഡിങ്ങ അങ്ങനെ ഇണങ്ങ ആണായിന്നെങ്ക് പെണ്ണ് പെണ്ണായിന്നെങ്ക് ആണ് അങ്ങനെ ഇണയോട് കൂടെ ജോഡിരട്ടു കൂടിയിട്ട് ഫീ ളുലാലിൻ നല്ല തണലായിട്ട് അലൽ അറായികി നല്ല ഡെക്കറേഷൻ ആക്കിങ്ങനത്തെ അലങ്കാര ആക്കിയങ്ങനത്തെ നല്ല ഇരിപ്പടത്തില് സോഫ പോലത്തെ അല്ലെങ്കിൽ നല്ല 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 കട്ടില് മുത്തക്കി ഊന്ന അങ്ങ് നല്ല ചാഞ്ഞിട്ട് ദയിച്ചിട്ടിക്കുവാറ് നല്ല സമാധാനത്തിൽ ദയിച്ചിട്ടിക്കുവാറ്. നിങ്ങൾ നോക്കൂ അള്ളാഹു താല ആദം നബി അലൈഹി ഇസ്ലാമിയുടെ ഫസ്റ്റ് സ്വർഗത്തുക അള്ളാഹു താല കടത്തിയപ്പോ അള്ളാഹു താല ആദം നബി അലൈഹി ഇസ്ലാമിനിട്ട് ചൊന്ന ഫലക്കെന്തരെ യാ ആദം ഉസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന. ഓ ആദം, ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്ത് കടത്തിയപ്പോ ഒരുത്തനെ ആദം നബിയുടെ കടത്തിരല്ല. ആദം നബിയുടെ ഒട്ടിಗೆ ഒരു ജോഡി ഉണ്ടാക്കിയിട്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയുടെ ജോഡിയായിട്ട് ആദം നബിക്ക് വെച്ചിട്ട് ആദം നബിയുടെ അള്ളാഹു താല ചൊന്ന ഉസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന. നീനും നിന്റെ ജോഡിയായങ്ങനത്തെ ആ ഹവ്വയും കൂടിയിട്ട് ഈ സ്വർഗത്തിൽ നിങ്ങൾ നല്ല സമാധാനത്തിൽ ജീവിക്കറുണ്ട്. ഉസ്കുൻ അന്ത വസൗജു. അപ്പൊ സമാധാനത്തിൽ ജീവിക്കറുണ്ട്, നല്ല സുക്കൂനോട് കൂടെ ജീവിക്കണുണ്ടായെങ്കിൽ ഒരു ജോഡി വേണുണ്ടാണ്. പിന്നെ അള്ളാഹു താല ചൊന്നെ വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ. അവിടെ കാലിങ്ങനെ ദെച്ചെങ്ങമയ്യാവില്ലല്ലേ, എന്തെങ്കിലും ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. തിന്നിട്ടുള്ള സുഖവും മനുഷ്യക്ക് വേണം. അതാണ് അള്ളാഹു താല പിന്നെ ആദം നബി അലൈഹി സ്വലാം ചൊന്നെ വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ. ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ തിന്നോറു, ബേണായത്ര തിന്നോറ്, ഏത് വേണമെങ്കിൽ തിന്നോറു. ഒരു മറ അല്ലാത്ത ഒരു അള്ളാഹു താല പ്രത്യേകമായിട്ട് കാട്ടി കൊടുത്തങ്ങനത്തെ മറത്തിൽ നിന്നുള്ള അങ്ങനത്തെ ഫല അല്ലാത്ത വേറെന്ത് വേണമെങ്കിലും തിന്നോറുണ്ട് അള്ളാഹു താല ചൊന്നത്. അപ്പൊ അതേ ഒരു സുഖത്തെ ബഗ്ಗೆയാണ് കൂടെ അള്ളാഹു താല പ്രതിപാദനാക്കടെ ലഹും ഫീഹാ ഫാകിഹത്തുൻ. സ്വർഗത്തില് ഇങ്ങനെ ജോഡി നട്ടിയെ കൂടിയിട്ട് ഇങ്ങനെ കാല് തെക്കുന്നത് മാത്രമല്ല, അങ്ങു അവിടെ തിന്നുകൂല്ല അങ്ങനത്തെ എല്ലാ നമുക്കുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സും ഉണ്ട്. വല്ലാതെ സുഖത്തെ രൂപത്തിലുള്ള അങ്ങനത്തെ ആസ്വദിക്കുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സും ഉണ്ട്. എന്താണ് ഫാക്കിഹത്ത് ഫ്രൂട്ട്സും ചൊല്ലുള്ള കാരണം? സാധാരണ ഫ്രൂട്ട്സ് തിന്നെ ഞങ്ങൾ ഒരു ഫുഡ് ആയിട്ടല്ല, ഞങ്ങൾ നല്ല ഫുഡുങ്ങല്ല തിന്നൽ. പിന്നെ ചോറ അതുപോലത്തെ എന്തെങ്കിലും ഫുഡുങ്ങ ഞങ്ങൾക്ക് ബേസിക് ആയിട്ട് അകത്തുള്ള അങ്ങനത്തെ ഫുഡുങ്ങ തിന്നൽ. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ്സ് കാണും യഥാർത്ഥത്തിൽ ഫ്രൂട്ട്സുങ്ങ തിന്നല്. ഫാക്കിഹത്ത് ചൊന്നെങ്കിൽ അർത്ഥം അത് എക്സ്ട്രാ ആയിട്ട് ഫുഡ് അല്ല, അത് എന്നേരായിട്ടു എക്സ്ട്രാ ആയിട്ട് ഒരു നമുക്കൊരു പിന്നെ ഒരു ആസ്വാദന കിട്ടുകയായിട്ടാണ് ഫ്രൂട്ട്സ് തിന്നുന്നത്. അപ്പൊ സ്വർഗത്തിലുള്ളത് ബേസിക് ആയിട്ടുള്ള ഫുഡുങ്ങ മാത്രല്ല, ആസ്വദിക്കുക വേണായ മനുഷ്യ ടേസ്റ്റ് കൊണ്ട് ആസ്വദിക്കുക വേണായിട്ടുള്ള അങ്ങനത്തെ ഫുഡുങ്ങ ഉണ്ടു, വ്യത്യസ്തമായ രൂപത്തിലുള്ള ഫുഡുങ്ങ ഉണ്ടു എന്നും സൂചിപ്പിക്കുക വേണായിട്ടാണ് അള്ളാഹു താല നെക്സ്റ്റ് എന്താക്കി ലഹും ഫിഹ അള്ളാഹു താല ലഹും ഫിഹ ഫാക്കിഹത്തുൻ. അവിടെ സ്വർഗത്തിൽ എന്തുണ്ട്? ഫ്രൂട്ട്സും ഉണ്ട് എന്ന രൂപത്തിൽ അള്ളാഹു താല ചൊന്നരി. സ്വർഗത്തിലുള്ള ഏതേ ഒരു ഭക്ഷണ അത് ദുനിയാവിൽ ഇപ്പൊ ഞങ്ങ ഒരു വ്യത്യസ്തമായ ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടായെങ്കിൽ ഞങ്ങൾ എന്താക്കണോടു, ഞങ്ങളെ ഫുഡിലെ ഡിഫറെന്റ് ആയ ഫുഡ് ഞങ്ങൾ തിന്നണോടു. ഒരേ ഫുഡില് നമുക്ക് ഡിഫറെന്റ് ആയി ടേസ്റ്റ് കിട്ടുന്നത് ചൊല്ലത് ദുനിയാവിൽ സാധ്യമല്ല. ഒരേ ആപ്പിൾ ഞങ്ങൾ തിന്നിട്ട് പിന്നൊരു ആപ്പിൾ തിന്നുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. അത് മുന്നോലത്തെ അതേ ആപ്പിൾ തിന്നങ്ങനത്തെ അതേ ടേസ്റ്റ് ആണ് കിട്ടുക. അതേ ടൈം ഒരു സ്വർഗത്തിൽ അങ്ങനല്ല. സ്വർഗത്തിൽ നിങ്ങൾ ഒരു ഫ്രൂട്ട് ഒർക്ക നിങ്ങൾ തിന്നെങ്കിൽ പിന്നൊർക്ക തിന്നുമ്പോ അതേ ഫ്രൂട്ട്സ് പിന്നൊർക്ക തിന്നുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. അള്ളാഹു താല ഖുർആനിൽ ചൊന്നല്ലേ കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തി റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതു ബിഹി മുതശാബിഹാ. അങ്ങു ഏതെങ്കിലും ഒരു ഫലത്തിൽ നിന്ന് ഒരു ഫല അങ്ങ് കൊടുക്കുമ്പോ അങ്ങനെ ചിലപ്പോ ചൊല്ലുവാർ ഇത് മുന്നോല്ല അങ്ങ് തന്ന ഫലമേ അല്ലേ എന്നങ്ങ് കേൾക്കുവാർ. അതായത് പ്രത്യക്ഷത്തിൽ കാണുകൂ മുന്നോൽ കിട്ടിയങ്ങനത്തെ അതേ
ನಮ್ಮಂತುള്ള അങ്ങനത്തെ ഒരു ഫ്രൂട്ട് ആയിട്ടിരിക്കൂ. പക്ഷേ ടേസ്റ്റിൽ അള്ളാഹു താല എന്താക്കിട്ടിരിക്ക വ്യത്യാಸ ആക്കിയിട്ടിരിക്ക. അപ്പൊ ഈ സ്വർഗത്തിലുള്ള ആൾമാർക്ക് അങ്ങോಗೆ സംശയ ಬಂದು ഇത് ഉപ്പാട് തന്ന അതേ ഫ്രൂട്ട് അല്ലേ, ഇത് ಬೇರೆമാ എന്ന രൂപത്തിലുള്ള സംശയ ബറു. വലഹും ഫീഹ അസ്വാജും മുതഹറ, അവിടെ അങ്ങോട്ട് നല്ല പരിശുദ്ധമായിട്ടുള്ള ഇണങ്ങ അങ്ങോട്ട് കിട്ടിട്ട് അള്ളാഹു താല സ്വർഗത്തെ ಬಗ್ಗೆ ചൊല്ലുമ്പോ പിന്നെ ഒരായത്തിൽ ചൊന്നിട്ടുള്ള ഇങ്ങനെ വ്യത്യസ്തമായ സുഖങ്ങളാണ്. കേവലം അവിടെ പിന്നെ നങ്ങ ഒർത്തൻ നങ്ങ ചൊന്നല്ലേ ഒർത്തനെ നങ്ങ സ്വർഗത്തിൽ ഇങ്ങനെ കൂട്ടരല്ല, ഞങ്ങളെ ഇണങ്ങ ഞങ്ങളെ ബാപ്പ ഉമ്മമാർ എല്ലാവരും കൂടിയിട്ടാണ് സ്വർഗത്തിൽ കിടേണ്ടത്. അല്ലാഹു തആല ഖുർആൻ ചൊല്ലുന്നു ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ആ ശാശ്വതമായിട്ടുള്ള സ്വർഗത്തിക്ക് മുഅ്മിനീങ്ങ കടക്കുമ്പോ അങ്ങ് കേവലം അങ്ങ് മാത്രല്ല കടക്കിടെ ഒമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അങ്ങനെ ബാപ്പമാർ ബാപ്പുമ്മമാരിൽ നിന്നിട്ടും അതുപോലെ അങ്ങനെ ഭാര്യമാരും അങ്ങനെ സന്താനങ്ങ ഇതിൽ ഈ ആൽമാരുടെ കൂട്ടത്തില് നല്ലായിട്ടുള്ള ആൽമാർ ഒട്ടുകയാണ് സ്വർഗത്തിലുള്ള ആൽമാരല്ല പ്രവേശിക്കടെ. അതുപോലെ മലക്കുങ്ങ ഓരോ ബായിലും മുഖാന്തര മലക്കുങ്ങ അങ്ങനെ അങ്ങനെ മുട്ട വന്നിട്ട് ചൊന്നോട്ടിക്കുവാറ് സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങ നല്ല ദുനിയാവിൽ നല്ല ക്ഷമിച്ച കാരണം കൊണ്ടിതാ നിങ്ങൾക്ക് നല്ല പരിപൂർണമായിട്ടുള്ള രക്ഷയോടെ കിട്ടിയത്, നല്ല പരിപൂർണമായിട്ടുള്ള സമാധാനം ഇവിടെ കിട്ടിയത്. ദുനിയാവിൽ നല്ല സ്വബുറെടുത്താറ്, എല്ലാ വിഷയത്തിലും സ്വബുറെടുത്താറ്. അള്ളാഹു താല ഹറാമാക്കിയ കാര്യങ്ങൾ ആക്കാണ്ട് നിങ്ങൾ സ്വബുറെടുത്താറ്, അള്ളാഹു താല ഫർലാക്കിയ കാര്യങ്ങൾ ആക്കിയിട്ട് നിങ്ങൾ സ്വബുറാക്കിയാറ്. ആ സ്വബുറെടുത്ത കാരണം അത് കൊണ്ടിട്ട് അവിടെ നിങ്ങൾക്ക് നല്ല സമാധാന എന്തൊരു ചന്തത്തെ ഒരു ഒരു താമസായിട്ട് കൂടെ ഉള്ളേ എന്ന് മലക്കുങ്ങ വന്നിട്ട് നിരന്തരായിട്ട് സ്വർഗത്താൽമാരൊട്ടിಗೆ ചൊന്നോട്ടിക്കുവാറിട്ടാണ്. മസലുൽ ജന്നത്തില്ലതി വഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ തജ്രി മിൻ തഹ്തിഹാ അൽ അൻഹാറു കുലുഹാ ദായിമുൻ വളില്ലുഹാ. സ്വർഗത്തെ ಬಗ್ಗೆ വിശദീകരിക്കും അല്ലാഹു ഖുർആനിൽ ചൊല്ലെ, മുത്തഖീങ്ങുക അല്ലാഹു തആല വാഗ്ദാനക്ക് ഇങ്ങനത്തെ സ്വർഗ അത് എങ്ങനെ ഉണ്ടെന്നെങ്കിൽ തജ്രി മിൻ തഹ്തിഹാ അൽ അൻഹാർ, ആ സ്വർഗത്തെ കീഴിലായിട്ട് കൊലങ്ങ ഇങ്ങനെ ഒൽകിക്കൊണ്ടിരിക്കൂ. മനുഷ്യകു കാണുക നല്ല കണ്ണുക്ക് ಸಂಪು ತಂಡಗಂತೆ കണ്ണുക്ക് നോക്കുക ചന്തമുള്ളങ്ങനത്തെ നല്ല പൊലങ്ങ നല്ല അരുവിങ്ങ തോടുങ്ങ ഇങ്ങനെ ഒൽകിക്കൊണ്ടിരിക്കൂ. ഉക്കുലുഹാ ദായിമുൻ, ഔഡ്രെ തിന്നലെല്ലാം ശാശ്വതമാണ്, തീറുകില്ലാത്തതാണ്. ഔഡ്രെ ടേസ്റ്റ് ഒരിക്കലും തീറുകില്ല. ദുനിയാവിലെ ഏതെങ്കിലും ഒരു ഫുഡ് നങ്ങ ഒരു നാല് തിന്നെങ്കിൽ ജന്നാല് തിന്നെങ്കിൽ പിന്നെ അതിന്റെ ടേസ്റ്റ് മുന്നോട്ട് കിട്ടത്തനങ്ങ് ടേസ്റ്റ് കിട്ടാല പിന്നെ അത് ബെഡിറ്. ദുനിയാവുടെ ഫുഡുങ്ങല്ല ബെഡിറ്. സ്വർഗത്തെ ഫുഡുങ്ങ സ്വർഗത്തെ ആസ്വാദനക്ക് ബെഡിരേ ചൊല്ലത് ഇല്ല, മടുപ്പ് പണ്ടത് ചൊല്ലത് ഇല്ല. ശാശ്വതാണ് ഔഡ്രെ ടേസ്റ്റുങ്ങ ഔഡ്രെ ഔഡ്രെ ആസ്വാദനങ്ങളെല്ലാം. പിന്നൊരായത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നുണ്ട് മസലുൽ ജന്നത്തില്ലതി വഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. സ്വർഗത്തിലുണ്ടു എന്തിനുണ്ടു നല്ല തെളിനീർങ്ങ ഉണ്ടു, ശുദ്ധമായ തന്നി ഉണ്ടു, ഒരു കലർപ്പും ഇല്ലാത്തങ്ങനത്തെ, ഒരു നിലക്കും ഒരു കലർപ്പില്ലാത്തങ്ങനത്തെ. കാണുക നല്ല ശുദ്ധമായിട്ടുള്ള തന്നി ദുനിയാവിലെ കാണുകയുള്ളൂ. പക്ഷെ ദുനിയാവിടെ തന്നിങ്ങല്ല എന്തെങ്കിലും ഒന്ന് അത് ഇതിന്റെ മിക്സ് ആയിട്ടുള്ള തന്നിങ്ങാണ് ദുനിയാവിലുള്ള എന്തെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും കെമിക്കൽസ് അതും ഇതിന്റെ മിക്സ് ആയിട്ട് അങ്ങനൊന്നും ഇല്ലാത്ത പരിശുദ്ധമായ തന്നിയാണ്, തന്നിയുടെ പൊലങ്ങളാണ് സ്വർഗത്തിലുള്ളേ. വൻഹാറും മില്ലബനില്ലം യതഗയ്യർ തഅമു, അതുപോലെ രുചി ഒരു ചെറിയ നിലക്കും വ്യത്യാസപ്പെടാത്ത അങ്ങനത്തെ പാലുടെ പോലെയാണ് അവിടെ ഉള്ളേ. ടേസ്റ്റ് ഒരു വേറൊന്ന് കൂടിയിട്ട് വേറെന്തെങ്കിലും ഒന്ന് മിക്സ് ആയിട്ട് ടേസ്റ്റ് വ്യത്യാസം ഒരു നിലക്കും വ്യത്യാസം പെടാത്ത അങ്ങനത്തെ പാലിന്റെ പോലെങ്ങ. വൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, അതുപോലെ കുടിക്കിടങ്ങുക നല്ല ആസ്വാദനകരമായിട്ടുള്ള അങ്ങനത്തെ കല്ലുടെ പോലെങ്ങൂടെ. ഹംറ് കല്ല് കുഴിക്കര കല്ല് അതിരെ പൊലങ്ങയ്ക്കൂ. ദുനിയാവുടെ കല്ലുക്ക്
അല്ലെ ദുനിയാവുടെ കല്ലുങ്ങ കുടിക്കട ആൾമാർ അത് മൂക്ക് പൊത്തിട്ടാണ് കുടിക്കടേ. അതിരെ ദുർഗന്ധ സഹിക്കുക വാണ്ടെ അത് വലിയ ടേസ്റ്റ് കിട്ടത് കൊണ്ടിട്ട് എന്തല്ല കുടിക്കടേ. അതുകൊണ്ടിട്ട് എന്തോ ഒരു മസ്താവുടെ ആ ഒരു സംഗതി ഉള്ളത് കൊണ്ടായിട്ട് ദുനിയാവുടെ കല്ലങ്ങെല്ലാം കുടിച്ചുകൊണ്ടില്ലേ. പക്ഷേ സ്വർഗത്തിൽ കിട്ടുന്ന കല്ല് അങ്ങനത്തതല്ല, കുടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള കല്ലാണ്. വൻഹാറും മിൻ അസലിൻ മുസഫാ, നല്ല ശുദ്ധമായ തേന്റെ പോലെ അവിടെ ഉണ്ട്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ നമൂത്തുള്ള ഫ്രൂട്ട്സും അങ്ങ് അവിടെ കിട്ടുകൊണ്ടു. പ്രത്യേകമായിട്ട് വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, അള്ളാഹുടെ ഭാഗത്തുൽ നിന്നിട്ടുള്ള പരിപൂർണമായ തൃപ്തിയുണ്ടു സ്വർഗത്തെ ആൽമാർക്ക് എന്ന് അള്ളാഹു താല വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ആയത്തില് ഇങ്ങനെ സ്വർഗത്തെ പറ്റി ധാരാളമായിട്ടുള്ള ആയത്ത് ഖുർആനിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, അള്ളാഹു താല ചൊല്ലതായിട്ട് നബി തങ്ങൾ ചൊന്നിട്ടുണ്ട് ഒരു ഖുദ്സിയായ ഹദീസിൽ. ഖുദ്സിയായ ഹദീസ് ചൊന്നെങ്കിൽ ചൊല്ലുടെ നബിത്തങ്ങളാണ്, അതൊരു പലക്ക നബിത്തങ്ങായിട്ടിക്കറ്. പക്ഷേ നബിത്തങ്ങളട്ടിക്ക് അള്ളാഹു താല ഡയറക്റ്റ് ആയിട്ട് ചൊന്നങ്ങനത്തെ ഒരു വിഷയ നബിത്തങ്ങ ചൊല്ലെ. അള്ളാഹു ചൊല്ലെ എന്തിരെ, അഅദത്തു ലിഇബാദി സ്വാലിഹീന മാ ലാ ഐന റഅത്, നന്റെ സജ്ജനരായ ആൽമാർക്ക് സജ്ജനരായ അടിമങ്ങു നാണ് റെഡിയാക്കി വെച്ചിര എന്തിരെ, മാ ലാ ഐന റഅത്, ഒരു കണ്ണും ഇത്രത്തോല കാണാത്തങ്ങനത്തെ സുഖങ്ങ നാണ് റെഡിയാക്കി വെച്ചിര. വലാ ഉദുന സമിഅത്, ഒരു കാതും ഇത്രത്തോല കേൾക്കാത്തങ്ങനത്തെ സുഖങ്ങ. വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, മനുഷ്യ മനസ്സിക്ക് ഒരിക്കലും ഊഹിക്കുക പോലും ആവാത്തങ്ങനത്തെ സുഖങ്ങ. സുഖത്തെ പോലെ നമുക്കുള്ള അങ്ങനത്തെ ടൈപ്സുകളാണ് സ്വർഗത്തിൽ റെഡിയാക്കി വെച്ചിര. മനുഷ്യങ്ങളെ നോക്കൂ, ഈ ദുനിയാവിൽ ഏതെല്ലാം നമുക്കുള്ള അങ്ങനത്തെ എൻജോയ്മെന്റിന്റെ വ്യത്യസ്തമായ ടൈപ്പും ഉണ്ടായിട്ടുണ്ടല്ലേ. ഫുഡിൽ എന്തെല്ലാം നമുക്കുള്ള ഫുഡുകൾ വന്നിട്ടുണ്ട്. മനുഷ്യക്ക് എന്റർടൈൻമെന്റ് ആക്കുക, മനರಂಜനാക്കുക, എന്തെല്ലാം ടൈപ്പിലുള്ള മനರಂಜനയുടെ ഉപകരണങ്ങളാണ്, ടൂൾസുകളാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. മനുഷ്യകു ലൈംഗികമായ സുഖം കിട്ടുക ഏതെല്ലാം ടൈപ്പിലുള്ള അങ്ങനത്തെ വ്യവസ്ഥകളാണ് ലോകത്തിലുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ സുഖത്തെ വ്യത്യസ്തമായ ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങനത്തെ എന്തെല്ലാം രൂപങ്ങളാണ് മനുഷ്യ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യ സുഖത്തെ ആ ഒരു പരിപൂർണത്തെ എത്തുകയായിട്ടുള്ള അങ്ങനത്തെ പ്രയത്നാട്ട് വേണമെങ്കിൽ ചൊല്ലാം. പക്ഷേ അതെല്ലാം വ്യർത്ഥമായ പ്രയത്നങ്ങളാണ്. അങ്ങനെ ഒരു കണ്ണും കാണാത്തങ്ങനത്തെ, ഒരു കാതും കേൾക്കാത്തങ്ങനത്തെ, ഒരു മനസ്സും ചിന്തിക്കുകയാവാത്തങ്ങനത്തെ രൂപത്തിലുള്ള സുഖ അല്ലെങ്കിൽ എൻജോയ്മെന്റ്സിലെ ടൂൾസുകളെല്ലാം ഉണ്ടാക്കുക അവിടെ അങ്ങനത്തത് ഉണ്ടാക്കിടത് ഉണ്ടാക്കി വെച്ചത് അത് സ്വർഗത്തിലേറ്റിക്കര്. അത് അള്ളാഹു താല സ്വർഗത്തിൽ റെഡിയാക്കി വെച്ചിട്ടാണ് നബി തങ്ങൾ ചൊല്ലുന്നത്. എന്നിട്ട് അള്ളാഹു താല ചൊല്ലുന്ന അള്ളാഹു താല ചൊന്ന ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സുകും ഗൊന്തില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, നല്ല കണ്ണുക്ക് തമ്പാക്കടങ്ങനത്തെ രൂപത്തിലുള്ളങ്ങനത്തെ അള്ളാഹു താല രഹസ്യമാക്കി വെച്ചങ്ങനത്തെ സുഖങ്ങ ഒരു നഫ്സുകും ഗൊന്തില്ല. അള്ളാഹു താല സ്വർഗത്തില് രഹസ്യമാക്കി വെച്ചങ്ങനത്തെ നമുക്ക് ചൊല്ലാണ്ടെ രഹസ്യമാക്കി വെച്ചങ്ങനത്തെ നല്ല ആസ്വാദനകരമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഒരു മനസ്സും ചിന്തിക്കുകയാവാലെ. അവിടെ ഞങ്ങളെ ശരീര ആഗ്രഹിക്കണങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാ, ഞങ്ങളെ ശരീര ആഗ്രഹിക്കണങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാ, അതെല്ലാം സ്വർഗത്തിലുണ്ടു. അതുപോലെ ഞങ്ങളെ കണ്ണുക്ക് സംപാവകു, കണ്ണുക്ക് ആസ്വാദന കിട്ടുക എന്തെല്ലാം കാര്യങ്ങൾ വേണ, എല്ലാം സ്വർഗത്തിലുണ്ടു. അന്തും ഫിഹാ ഖാലിദൂൻ, ആ സ്വർഗത്തെ സുഖങ്ങ തീന്നു പോണ്ടാ ചൊല്ലുന്ന പേടി നിങ്ങൾക്ക് വേണ്ട. അല്ലെ, ഒരു സുഖ കിട്ടുമ്പോ എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് കിട്ടുമ്പോ മനുഷ്യക്ക് മെയിൻ ആയിട്ടുള്ള ടെൻഷൻ എന്തിരേ, ഇപ്പൊ നാനുള്ള അങ്ങനത്തെ ഈ ഒരു അവസ്ഥ ഇത് തീന്നു പോണ്ട, ഇത് നന്നിൽ നിന്ന് വിട്ടുപോണ്ട എന്നുള്ള ബേജാറാണ്. ഒരു നല്ല ചന്ത തകയാൽ പിന്നെ അവനുക്കുള്ള ബേജാർ എന്തേ, ഈ അകമാത്ത് എന്തെങ്കിലും ഡാമേജ് ആവണ്ട, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒന്നും ആയി പോണ്ട, എന്തെങ്കിലും ആഫത്ത് മുസീബത്ത് വന്നു പോണ്ട.
ഒരു കാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആപത്ത് മുസീബത്ത് വന്നുകൊണ്ട് ഇങ്ങനെ മനുഷ്യക്ക് എപ്പോഴും ടെൻഷനാണ്. ദുനിയാവിടെ ഏത് സുഖം കിട്ടിയെങ്കിലും യഥാർത്ഥത്തിൽ അത് സുഖമായിട്ട് പണില്ലേ. കാരണം പിന്നെ ടെൻഷനാണ്, ഇത് പോയി പോണ്ട 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 ചൊല്ലേ ബേജാറാണ്. പക്ഷെ സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു ബേജാറില്ല. വഅൻതും ഫീഹാ ഖാലിദൂൻ. ആ സ്വർഗത്തിൽ നിങ്ങ ശാശ്വതരാണ്. സ്വർഗത്തെ സുഖങ്ങൾ ശാശ്വതാണ്, തീരാത്തത്ര ശാശ്വതാണ്. അപ്പൊ അതാണ് അള്ളാഹു തആല പറയുന്നത്, ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവിടെ നിങ്ങൾക്ക് നല്ല വ്യത്യസ്തമായ നമുക്കുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സും ഉണ്ട്. അതുപോലെ വലഹും മാ യദ്ദഊൻ, നിങ്ങൾ കേൾക്കുന്നത് എന്തെല്ലാം ഉണ്ടോ ആ സ്വർഗത്താൽമാർ എന്തെല്ലാം കേക്കിടാറാ അതെല്ലാം അവിടെയുണ്ട്, അങ്ങുണ്ടു. എല്ലാം അള്ളാഹു താല വാഗ്ദാനാക്കിട. അപ്പൊ ഇതെല്ലാം കിട്ടി ചൊല്ലുമ്പോ മനുഷ്യകുല്ലെ ഞങ്ങൾ ചൊന്ന പോലെ മനുഷ്യകുല്ലെ പേടിയാണ്. ഇത് തീന്നു പോണ്ട, ഇത് അള്ളാഹു താല നിപ്പാട്ടുവാണ്. ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ആക്കുമ്പോ ഈ നമുത്തുಲು ഭയങ്കര സുഖിച്ചിങ്ങനെ ആനന്ദിക്കുമ്പോ അള്ളാഹു താല ഇത് മാത്രം നിപ്പാട്ടാണ്, സ്റ്റോപ്പ് ആക്കടാണ് ആയിട്ട് പേടിയാവിടും. അപ്പൊ അള്ളാഹു താല അപ്പപ്പ വന്നുണ്ട്, അപ്പപ്പ അള്ളാഹു താല പ്രത്യക്ഷായിട്ട് സ്വർഗത്ത് ആൽമാരട്ടെ ചൊന്നോണ്ടിക്കുക. എന്തിരേ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ, രക്ഷ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് രക്ഷ ഉണ്ടു, പരിപൂർണമായ സംരക്ഷണം ഉണ്ടു. നിങ്ങൾക്ക് ഇതൊന്നും തീറകു പോണില്ല. ഇതിലാരെങ്കിലും ഇത് നിങ്ങൾക്കുള്ളങ്ങനത്തെ ഈ സ്വർഗത്തെ നിങ്ങൾക്കുള്ളങ്ങനത്തെ ഈ സുഖാസ്വാദനങ്ങൾ ആരെങ്കിലും അറ്റാക്കാക്കിട്ട് വേറെ എടുത്തുകൊണ്ട് പോകേണ്ട ചൊല്ല വിഷയമില്ല. സലാമുൻ, പരിപൂർണമായ സമാധാനാണ്, ഒരു ടെൻഷനും വേണ്ട. സലാമുൻ, അത് ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു താല വന്നിട്ടാണ് ചൊല്ലി. ഖൗലൻ മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആയിട്ട്, ഒരു പലക്കായിട്ട് അപ്പപ്പ എന്ത്രിക്കൂ സലാം സലാം ചൊല്ല പലക്കൈക്കൂ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അപ്പൊ അപ്പപ്പ എന്തോ മിക്കിട് ഈ സ്വർഗത്തെ വ്യത്യസ്തമായിട്ടുള്ള അങ്ങനത്തെ സുഖങ്ങളോട് കൂടെ അള്ളാഹുത്താലയുടെ ലിഖാ, അള്ളാഹുത്താലയുടെ കാണ്ടേ ചൊല്ല ഒരു വലിയ സുഖാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങ് ഇന്നലെ ചൊന്ന സ്വർഗത്തിൽ വെച്ചിട്ട് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും മനുഷ്യക്ക് കിട്ടുകയില്ല അങ്ങനത്തെ വലിയ സുഖാണ് അള്ളാഹു താലയുടെ കാണ്ടേ, അള്ളാഹു താലയുടെ ദർശന കിട്ടേ, അള്ളാഹു താലയുടെ ഒന്ന് കാണ്ടേ ചൊല്ലത് വലിയ സുഖാണ്. അത്ര വലിയൊരു സുഖം വേറെ ഏതിലും കിട്ടുക പോണ്ടേ. ഏത് കുടിക്കുന്ന സാധനാവട്ടെ, ഏത് കാണ്ട സാധനാവട്ടെ, ഏത് തിന്നുന്ന സാധനാവട്ടെ, ഏത് ഭോഗിക്കുന്ന സാധനാവട്ടെ, ഒന്നിനും കിട്ടാത്ത അങ്ങനത്തെ ഒരു സുഖാണ് അള്ളാഹു താലയുടെ കാണുമ്പോ കിട്ടുക. കാരണം എല്ലാ സൗന്ദര്യങ്ങൾ അടങ്ങി അങ്ങനത്തെ ഒരു റാത്തായിട്ടിക്കർ അള്ളാഹു താല. അപ്പൊ അള്ളാഹു താലയുടെ ലിഖായുടെ കൊതിച്ചിട്ടാണ് മുഅ്മിനായവനു ജീവിക്കണായത്, മുഅ്മിനായവനു മരിക്കണായത്. സ്വർഗത്തിലേറ്റ് സ്വർഗം ഇങ്ങനെ കൊതിക്കുമ്പോ മനസ്സിലിക്കണായ വലിയ കൊതി അള്ളാഹുടെ ലിഖായുടെ കാണുന്നു, അള്ളാഹുടെ നക്ക് കാണുക കിട്ടണു ചൊല്ല കൊതിയാണ്. മഹാന്മാരായ സൂഫി വര്യന്മാരെല്ലാം അങ്ങനെ ഇന്നാരല്ലേ. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അയിമോറു ചൊല്ലങ്ങനത്തെ ഒരു ബൈത്ത് കാണ്ട്, കുല്ലുഹും യഅ്ബുദൂന മിൻ ഖൗഫി നാരി വയറൂന النجاة حظا جزيلا أو بأن يسكنوا الجنان فيحظوا بقصور ويشربوا سلسبيلا ليس لي بالجنان والنار حظ أنا لا أبتغي بحبي بديلا. റാബിഅത്തുൽ അദവിയ്യ വലിയ സ്ഥാനത്ത് എത്തി അങ്ങനത്തെ സൂഫി സ്ത്രീയായിട്ട് റാബിഅത്തുൽ അദവിയ്യ അള്ളാഹു തആലയുടെ അതിയായിട്ട് ഇഷ്ക് വെച്ചങ്ങനത്തെ ആഷിഖത്തായിട്ടുള്ള അങ്ങനത്തെ പെണ്ണായിട്ടുണ്ട്. അയിമ ചൊല്ലു എല്ലാവരും യഅ്ബുദൂന മിൻ ഖൗഫി നാരി, നരകത്തെ പേടിച്ചിട്ടാണ് ചില ആൾമാരല്ല അള്ളാഹു തആലയുടെ ഇബാദത്താക്കിയോണ്ടില്ലേ. വയറൂന നജാത ഹല്ലൻ ജസീല, ആ നരകത്തിൽ നിന്നിട്ട് ബച്ചാവോടെ ചൊല്ലതിരമേ ചില ആൾമാർ വലിയ ഭാഗ്യായിട്ട് കണ്ടോണ്ടുള്ള. ചില ആൾമാർക്ക് കൊതി, ചില ആൾമാർക്ക് നരകത്തെ പേടിയാണ്, നരകത്തെ പേടിച്ചിട്ടാണ് അള്ളാഹുടെ ഇബാദത്താക്കിയോണ്ട്.
വേറെ കുറെ ആൾമാർ സ്വർഗത്തിക്ക് ഒന്ന് പോയി കിട്ടണു എന്നുള്ള കൊതിലാണ് ഇബാദത്താക്കിയോണ്ടില്ലേ. എന്നിട്ട് എന്നിട്ട് അങ്ങ് ആ സ്വർഗത്തിൽ പോയിട്ട് വലിയ വലിയ കോട്ടങ്ങ് കിട്ടണു, അങ്ങ് നല്ല ആസ്വാദനകരമായിട്ടുള്ള അങ്ങനത്തെ കുടിക്കുകൊല്ല അങ്ങനത്തെ പാനീയ കിട്ടണു ചൊല്ലിന്റെ ആസലാണ് ചില ആൾമാർ അള്ളാഹുടെ ഇബാദത്താക്കിയോണ്ടില്ലേ. എന്നിട്ട് അയിമ ചൊല്ലു ലൈസലി ബിൽ ജിനാനി വന്നാരി ഹല്ലുൻ, നക്കി സ്വർഗത്തിലായി നരക്കത്തില നക്കൊരു ആശയും ഇല്ല. അനലാബുതഗി ബിഹിബ്ബി ബദീല, നക്ക് വേണ നാണ് നന്റെ മഹബൂബായ അങ്ങനത്തെ അള്ളാഹു താലക്ക് ബദലായിട്ട് നാണ് വേറൊന്നും കാണില്ല. നക്ക് അള്ളാഹു മാത്രമേയാവൂ. അള്ളാഹുടെ കാണ്ടത്, അള്ളാഹുടെ സുഹബത്ത് കിട്ടേ, അള്ളാഹുടെ ഇങ്ങനെ ലൈവായിട്ട് കണ്ടോണ്ടിക്കടെ ചൊല്ലത് മാത്രാണ് നക്കുല്ലേ ആശ എന്ന് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. നമുക്ക് അത്ര വലിയ ആ ഒരു രൂപത്തിൽ ആ ഒരു ഹന്തത്തിക്ക് എത്തുക ഞങ്ങളെ കൊണ്ട് സാധ്യമില്ല. അത് വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടാണ് അയിമ ചൊന്നരെ. നക്ക് നരകത്തെ പേടിയുമില്ല, നക്ക് സ്വർഗത്തിൽ ആശയുമില്ല, നക്ക് അള്ളാഹു മഹബൂബായ നന്റെ റബ്ബ് നക്ക് കിട്ടണമെന്ന് ചൊല്ല ആശ മാത്രമാണ് നക്കുല്ലിട്ടാണ് അയിമ ചൊന്നരെ. ഞങ്ങ അത്ര വലിയ സ്ഥാനത്തേക്ക് എത്തും ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലെങ്കിലും ഞങ്ങൾ സ്വർഗത്തെ കൊതിക്കുമ്പോ ഞങ്ങൾക്ക് ഏറ്റവും വലിയ കൊതി വേണായത്, ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊതി വേണായത് അള്ളാഹുടെ കാണ്ടത് ചൊല്ലതാണ്. അള്ളാഹുടെ കാണ്ടത്, അള്ളാഹുടെ നക്ക് കാണു കിട്ടുന്നു എന്നുള്ള ആശയാണ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസിൽ ചൊന്തു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു, വർത്ത അള്ളാഹുടെ കാണുന്നു ചൊന്നിട്ടു ആശ ഉണ്ടാവർത്തകു അള്ളാഹുടെ ലിഖായുടെ വർത്ത കൊതിക്കറാട്ടായെങ്കിൽ അഹബ്ബ അല്ലാഹു ലിഖാഅഹു, അവന്റെ കാണണു അവന്റെ മീറ്റാവണു ചൊന്നിട്ട് അള്ളാഹു കൊതിക്കുക. അള്ളാഹുടെ മീറ്റാവണു നക്കുന്നു, അള്ളാഹുടെ മീറ്റാവണു, അള്ളാഹുടെ ഒട്ടിಗೆ ഒന്ന് ಸೇರನು എന്നൊർത്ത കൊതിക്കരണ്ടായെങ്കിൽ അള്ളാഹു അവന്റെ ലിഖായുടെ കൊതിക്കുക. ഇനി ഓർത്തക അള്ളാഹുടെ കാണ്ടത് ചൊല്ലത് വെറുപ്പാണ്, അള്ളാഹുടെ കാണ്ട ബാൻഡാട്ടാണ് ഓർത്ത വിചാരിക്കരണ്ടായെങ്കിൽ അള്ളാഹും അവന്റെ കാണുകു ഇഷ്ടപ്പെടാലെ വെറുക്കുക. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ട് നബി തങ്ങളട്ട ഇന്നാ ലനക്റഹുൽ മൗത. അപ്പൊ അയിമക്കൊരു സംശയം ಬಂತು, നബിയെ അള്ളാഹുടെ കാണുക ഉണ്ടായെങ്കിൽ ഞങ്ങൾ മരിക്കണല്ലേ, പക്ഷേ മരിക്കണത് ചൊല്ലത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം എന്തോ അല്ലല്ലേ. മരിക്കണതിലെല്ലാരും പേടിക്കറ, മരിക്കണത് ചൊല്ലത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഞങ്ങ മരിക്കണതില് സാധാരണ ഇഷ്ടപ്പെടില്ലല്ലേ നബിയെ. അപ്പൊ ഞങ്ങ മരിക്കണതിരെ ഇഷ്ടപ്പെടാണ്ടിരിക്കുമ്പോ അള്ളാഹുടെ കാണ്ടതിരെ ഞങ്ങ ഇഷ്ടപ്പെടാത്തത് പോലെ ആവുടാ. മരിക്കണത് ഞങ്ങ വേണ്ടാണ്ടല്ലേ ഞങ്ങ വിചാരിക്കടേ. അപ്പൊ അള്ളാഹുടെ കാണ്ടത് വിചാരിക്കട, അള്ളാഹുടെ കാണ്ട വേണ്ടാണ്ടല്ലേ അതിന് അർത്ഥമുണ്ടേ എന്ന നിലക്കുള്ള ഒരു സംശയ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളിട്ട് കേട്ടു. അപ്പൊ നബി തങ്ങൾ ചൊന്തു ലൈസ ദാക, ഓ ആയിഷ അതല്ല ചൊന്നേ. എന്താ അതല്ല പിന്നെന്തിര, വലാകിന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത് ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വകറാമതിഹി. മുഅ്മിനായവനുകു മരിപ്പു പറമ്പോ അവനുകു നല്ല ഒരു സന്തോഷ വാർത്ത കിട്ടും. അള്ളാഹു താല അവന്റെ കാര്യത്തില് തൃപ്തിയുണ്ട്. അള്ളാഹു താല അവന്റെ നല്ലോണം ബഹുമാനിക്കുക ഉദ്ദേശിച്ചറ എന്നവനുകു ഒരു നല്ല ഹാപ്പി ന്യൂസ് കിട്ടും. അപ്പൊ അവനുകു ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മ അമാമഹു. അപ്പൊ അവനുകു അവന്റെ എതിർല് ഫ്യൂച്ചറിൽ കിട്ടകു പോണ്ട് അങ്ങനത്തെ ആ കാര്യമല്ലാണ്ട് വേറൊന്നും അവനുക്ക് ഇഷ്ടയിക്കില്ല. അപ്പൊ ഫാഹബ്ബ ലിഖാ അല്ലാഹി വഹബ്ബ അല്ലാഹു ലിഖാഅഹു. അപ്പൊ അവനുക്കൊന്ന് മരിച്ചു കിട്ടെങ്കിൽ മെയ്യാവുന്നിട്ടാണ് പിന്നെ അവന് കൊതിക്കടേ. കാരണം അവനുക്ക് ഇനി എതിർക്ക് കിട്ടകു പോണ്ടതാണ് വലിയ കാര്യ. അവനുക്ക് ആ ഒരു ഹാപ്പി ന്യൂസ് അവനുക്ക് കിട്ടും. അള്ളാഹു താല അവന്റെ വലിയ ബഹുമാനിക്കുകയും അവന്റെ പരിപൂർണമായിട്ട് അവന്റെ കാര്യത്തിൽ അള്ളാഹു താല തൃപ്തിയുണ്ട് എന്ന നിലക്കുള്ള ഒരു ന്യൂസ് അവനുക്ക് കിട്ടുമ്പോ അള്ളാഹുടെ കാണുന്നു ചെന്നിട്ട് കൊതിയാവുടു. അപ്പൊ അള്ളാഹു താല അവന്റെ ഇഷ്ടപ്പെടുക, അവന്റെ കാണുക അള്ളാഹു താല ഇഷ്ടപ്പെടുക. അതേ ടൈമിൽ വൈനൽ കാഫിറ ഇദാ ഹളറ, അതേ കാഫിറായ അവനുകു മരിപ്പു മുട്ടാവുമ്പോ അവനുകു ബുശ്ശിറ ബിഅദാബില്ലാഹി വഉഖൂബതിഹി, അവനുകു അള്ളാഹു താലയുടെ ശിക്ഷ കിട്ടുക പോണ്ടു ചൊല്ല ന്യൂസാണ് അവനുക്ക് കിട്ടേ. ദാ നാണ് വലിയൊരു ദുരന്തമായിട്ടുള്ള അവസ്ഥക്ക് നാൻ എത്തിയോണ്ടില്ല, ഇനി നന്റെ അവസ്ഥ വല്ലാതെ ഖേദകരായിട്ടിക്കറ് ദുരന്തമായിട്ടിക്കറ് ചൊല്ല ന്യൂസ് അവനുക്ക് കിട്ടുമ്പോ പിന്നെ അവനുക്ക് അപ്പറ മുന്നോട്ട് പോണ്ടത് ചൊല്ലത് വെറുപ്പായി പോണ്ട്. ഫലൈസ ശൈഉൻ അക്റഹ ഇലൈഹി മിമ്മാ അമാഹു, അവന്റെ ഫ്യൂച്ചറിൽ ഉള്ള അങ്ങനത്തെ കാര്യത്തെ കാണ വെറുപ്പുള്ള വേറൊരു കാര്യം അവനുക്ക് ഇക്കില്ല. പിന്നെ
ಅಪ್ಪ ಕರಿಹಲಿಕ ಅಲ್ಲ ಅಲ್ಲಾಹುಡೆ ಕಾಂಡದ ಅವನಿಗೂ പിന്നെ ಅವನಿಗೂ വെറുപ്പായി ಕೊಂಡು ഒന്ന് നാൻ രക്ഷപ്പെടുത്തി വിട്രെ അള്ളാഹുടെ കാണ്ട വേണ്ടത്തല്ലേ എന്നുള്ള ഭാവന അവന്റെ മനസ്സിൽ പണ്ട് അപ്പൊ വകരിഹല്ലാഹു ലിഖാഅഹു അല്ലാഹു തആല അവന്റെയും കാണ്ടതിൽ അല്ലാഹു അപ്പ ഇഷ്ടപ്പെടില്ല വെറുക്കിടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി ഒരിക്കൽ സ്വഹാബിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് കേട്ടാർ യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ ഓ നബിയെ ഖിയാമത്ത് നാൾഡണ്ട് ഞങ്ങളെ റബ്ബുടെ കാണുകൗടാ നബിയെ എന്ന് കേട്ടാർ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു ഹൽ തുമാറൂന ഫിൽ ഖമരി ലൈലത്തൽ ബദ്രി ചന്ദ്ര പോണാലാമത്തെ ജാവുടണ്ട് ചന്ദ്ര നല്ല പരിപൂർണമായിട്ട് ഇക്കുമ്പോ ഒരു മോഡം ಅದಕ್ಕೆ ಅಡ್ಡ ಬರಾತ ರೂಪത്തിൽ ಇಕ್ಕೊಂಬೋ ആ ചന്ദ്രയുടെ നോക്കുകു നിങ്ങൾക്കു തിരക്ക് കൂട്ടണം അവിടെ ഒരു പരിസ്ഥിതി ബണ്ട എന്ന് നബി തങ്ങ കേട്ടിട്ട് അതായത് അണ്ട് നിങ്ങൾക്ക് ചന്ദ്രയുടെ കാണുകു ഇങ്ങനെ ഒരു തിരക്ക് കൂട്ടിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാകും അങ്ങനൊന്നും ഇല്ലല്ലേ ക്ലിയർ ആയിട്ട് കണ്ടല്ലേ അപ്പൊ സ്വഹാബിങ്ങ ചൊന്നാറില്ല കാലു ലാ യാ റസൂലല്ലാ ഇല്ല നബി അണ്ട് നമുക്ക് തിരക്കൂട്ടനായിട്ട് ബണ്ടില്ല അണ്ട് നല്ല ക്ലിയർ ആയിട്ട് ചന്ദ്രയുടെ കാണുക അവിടെ ഉണ്ടു സ്വഹാബിങ്ങ ചൊന്നാർ അപ്പൊ നബി തങ്ങ ചൊന്തു ഫൈന്നക്കും തറൗനഹു കദാലിക അല്ലാഹു തആലയുടെയും നിങ്ങൾ ആ രൂപത്തിൽ ക്ലിയർ ആയിട്ട് നാളെ സ്വർഗത്തിൽ നിങ്ങൾ കാണുക പോണ്ടാറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു അപ്പൊ സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആസ്വാദന വലിയ ഒരു സുഖച്ചുള്ളത് അള്ളാഹുടെ കാണ്ടതായിട്ട് അല്ലാഹു തആല അതുക്കുള്ള തൗഫീഖ് നമുക്ക് തരുമാറാകട്ടെ സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി